നല്ലപോലെ വെള്ളം കുടിക്കുക. ഫുഡ് നല്ല കൺട്രോൾ ചെയ്ത് അങ്ങനെ ആക്കിയല്ലോ, പിന്നെ എന്താ എനിക്കിങ്ങനെ വെയിറ്റ് കൂടുന്നതെന്ന് വെച്ചാൽ കഷ്ടപ്പാട് ആലോചിക്കുമ്പോൾ നമുക്ക് വീണ്ടും വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി തോന്നില്ല. ചില ആൾക്കാർ നല്ലപോലെ സോഫ്റ്റ് ഡ്രിങ്ക്സ് കുടിക്കും. ഹായ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാനൊന്ന് വിചാരിച്ചു എങ്ങനെ നമുക്കൊരു വെയിറ്റ് ലോസിൻ്റെ പ്രോസസ്സ് എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ നമ്മളൊരു വെയിറ്റ് ലോസ് ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഭയങ്കരമായൊരു വെയിറ്റ് ലോസ് ജേണി അങ്ങനെ പറയാനില്ല, പക്ഷെ ഞാൻ കുറച്ച് വെയിറ്റൊക്കെ കുറച്ചിട്ടുണ്ട് ഞാൻ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട്. അപ്പോൾ ഞാൻ ബാംഗ്ലൂരേക്ക് വരുന്നതിന് മുന്നേ, 2 years മുന്നേ എനിക്ക് അറൗണ്ട് 53 അത്ര തന്നെ വെയിറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാൻ ബാംഗ്ലൂർ വന്നപ്പം ബാക്കി കോളേജ് ഹോസ്റ്റലിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ എൻ്റെത് ഒരു ഓക്കെ നല്ല ഫുഡായിരുന്നു. അപ്പം ഞാൻ വന്ന സമയത്ത് ഇവിടുത്തെ റൈസ് എനിക്ക് പറ്റത്തില്ലായിരുന്നു. സോ ഞാൻ എപ്പോഴും ചപ്പാത്തിയായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. ഞാൻ 4-5 ചപ്പാത്തിയൊക്കെ കഴിക്കുമായിരുന്നു, അതായത് ഒരു മീലിൽ തന്നെ. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് റൈസ് എനിക്ക് ഓക്കെ ആക്കി തുടങ്ങി. അങ്ങനെ ഞാൻ നല്ലപോലെ ഫുഡ് കഴിക്കാൻ വേണ്ടി തുടങ്ങി. പിന്നെ ഹോസ്റ്റലിൽ നിന്ന് ഫുഡ് കഴിക്കും, പുറത്തുനിന്നും ഫുഡ് കഴിക്കും, അങ്ങനെ നല്ലപോലെ ഫുഡ് കഴിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് വെയിറ്റ് കൂടുന്ന ഞാൻ അറിയുന്നില്ല, ബിക്കോസ് എൻ്റെ ബോഡിയിൽ അങ്ങനെ ഭയങ്കര വെയിറ്റ് കൂടിയ ചേഞ്ചസ് ഒന്നും എനിക്ക് കാണാൻ വേണ്ടി പറ്റിയില്ല, ഞാൻ ശ്രദ്ധിച്ചിട്ടുമില്ല. അങ്ങനെ കുറേ കഴിഞ്ഞപ്പം ഞാൻ ചുമ്മാ ഒരു വെയിറ്റ് മെഷീൻ കണ്ടപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് 61 അത്ര എന്തോ വെയിറ്റായി. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി, എനിക്ക് ഇത്ര വെയിറ്റ് കൂടിയോ, ഇത് ഞാൻ അറിഞ്ഞില്ലല്ലോ അങ്ങനത്തെ സംഭവം. പക്ഷെ ഞാൻ വലിയ മൈൻഡ് ചെയ്തില്ല, ബിക്കോസ് എൻ്റെ ബോഡിയിൽ അങ്ങനത്തെ ഒരു വിസിബിൾ ചേഞ്ചോ അങ്ങനെ കാര്യങ്ങൾ അത്രയും വെയിറ്റ് കൂടിയിട്ടും ഞാൻ ഭയങ്കര തടിച്ചിട്ടാണെന്നുള്ള ഫീലൊന്നും എനിക്കില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ അതിനെ അങ്ങനെ തന്നെ വിട്ടു. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഹോസ്റ്റലിൽ നിന്ന് മാറി പുറത്ത് റൂം എടുത്ത് ആ സമയം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നോക്കിയപ്പോൾ അത് തനിയെ കുറഞ്ഞൊരു 57-58 അങ്ങനത്തെ ഒരു വെയിറ്റിലേക്ക് വന്നു. ആ വെയിറ്റിലോട്ട് എത്തി ഞാൻ. അപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു എന്നാൽ കുറച്ചും കൂടെ വെയിറ്റ് കുറയ്ക്കാം, ബിക്കോസ് ഞാൻ ഒന്നും ചെയ്യുന്നില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്യാം ലൈഫിന് വേണ്ടിയിട്ടെന്ന് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ വെയിറ്റ് കുറയ്ക്കാം, 57 ഒരു 53-52 അതുപോലെ ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ചെയ്ത കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്കും കൂടെ വേണ്ടി പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെയ്യുന്നതാണ് ഫുഡ് ഫുള്ള് കട്ട് ചെയ്യും. ഫുഡും കട്ട് ചെയ്യും, വെള്ളവും കുടിക്കത്തില്ല. അത് നമ്മളിങ്ങനെ ഇരിക്കും, വെയിറ്റ് കുറയുമെന്ന് വെച്ചിട്ട്. പക്ഷെ അങ്ങനെ വെയിറ്റ് കുറയില്ല. അപ്പം നമ്മൾ പെട്ടെന്ന് നല്ലോണം ഫുഡ് കഴിക്കുന്ന ഒരാൾ പെട്ടെന്ന് ഫുഡ് കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് തല കറങ്ങുന്ന പോലെ ഫീൽ ചെയ്യും, പെട്ടെന്ന് അസുഖം വരും, അങ്ങനെ ഓരോ കാര്യങ്ങൾ സംഭവിക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫുഡ് മൊത്തം കട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യം ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ഇത്ര മണിക്കൂർ ഫുഡ് കഴിക്കാണ്ടിരുന്നിട്ട് പിന്നെ കുറച്ച് സമയം, അതായത് കുറച്ച് അവേഴ്സ് നമുക്ക് ഇഷ്ടമുള്ള എല്ലാം കഴിക്കാൻ പറ്റുന്ന ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഉണ്ട്. നമുക്ക് അത് ചെയ്ത് തുടങ്ങാം. പക്ഷെ എനിക്കത് ചെയ്തപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു, ബിക്കോസ് ഞാൻ പണ്ട് അങ്ങനെ ഫുഡ് കഴിക്കാണ്ട് ഇതുപോലെ ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായത് എനിക്കത് വലിയ ബുദ്ധിമുട്ടുള്ളതായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ വെള്ളം കുടിക്കാണ്ടിരിക്കുന്നത് ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നല്ല പോലെ വെള്ളം കുടിക്കുക, ബിക്കോസ് വെള്ളം കുടിച്ചാൽ മാത്രമേ ഫാറ്റ് ബേൺ ചെയ്യാൻ വേണ്ടി വെള്ളം നല്ല പോലെ ഹെൽപ്പ് ചെയ്യും. സോ നമ്മൾ വെള്ളം കുടിക്കാണ്ടിരുന്ന് കഴിഞ്ഞിട്ട് ഫുഡും കഴിക്കാണ്ടിരുന്നാൽ നമ്മൾ വിചാരിക്കും നമ്മുടെ ഫാറ്റ് നല്ലോണം കുറയുന്നു. പക്ഷെ അങ്ങനെയല്ല, ഫാറ്റ് കുറയണമെങ്കിൽ നമ്മൾ നല്ലോണം വെള്ളം കുടിക്കണം. അതുപോലെ തന്നെ നമ്മൾ പ്രോട്ടീൻ ഇൻടേക്ക് കുറച്ച് കൂട്ടണം. നമ്മൾ പ്രോട്ടീനെ വലിയൊരു സംഭവമായിട്ട് കാണാറില്ല. അപ്പോൾ നമ്മൾ നല്ലപോലെ പ്രോട്ടീൻ ഇൻടേക്ക് എടുക്കുക, നല്ലപോലെ വെള്ളം കുടിക്കുക, ഇതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നമ്മൾ കുറച്ചൊക്കെ എക്സസൈസ് ചെയ്യാൻ നോക്കുക. എനിക്കറിയാം നമ്മൾ എക്സസൈസ് ചെയ്യണം, ഞാൻ പലപ്പോഴും എക്സസൈസ് ചെയ്യണമെന്ന് വിചാരിക്കും, 2 ദിവസം 3 ദിവസം കണ്ടിന്യൂസ് ചെയ്യും, പിന്നെ എനിക്ക് വയ്യ, മടിയാ, പിന്നെ അങ്ങ് നിർത്തും. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ എക്സസൈസ് ചെയ്യണമെന്ന് വിചാരിക്കുക. ആദ്യത്തെ ദിവസം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, കാലുവേദന കൈവേദനയൊക്കെ എടുക്കും, പക്ഷെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. പിന്നുള്ളതാണ് ഞാൻ ചെയ്തൊരു മണ്ടത്തരാണ്, ഞാൻ വെയിൻ മെഷീൻ മേടിച്ചു. സ്വന്തമായിട്ടൊന്നും മേടിച്ചതിന് ശേഷം ഡെയിലി ഞാൻ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എനിക്ക് ഇപ്പോൾ എത്ര വെയിറ്റ്, ഇപ്പോൾ 57 എനിക്ക് വെയിറ്റ് എങ്കിൽ ഞാൻ വീണ്ടും ചെക്ക് ചെയ്യുമ്പോൾ അത് 58 ആവും, പിന്നെ 57-58 അങ്ങനെ എനിക്കുണ്ടാവും. അപ്പോൾ എനിക്ക് ഫുൾ കൺഫ്യൂഷൻ ആവും, ഇതെന്താ ഞാൻ ഇന്ന് ഫുഡ് നല്ല കൺട്രോൾ ചെയ്ത് അങ്ങനെ ആക്കിയല്ലോ, പിന്നെ എന്താ എനിക്കിങ്ങനെ വെയിറ്റ് കൂടുന്നതെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, നമ്മുടെ വെയിറ്റ് ഡെയിലി കയറി ഇറങ്ങിയിരിക്കും. അത് വെയിൻ മെഷീൻ്റെ കംപ്ലയിൻ്റ് അല്ല, നമ്മുടെ ബോഡിയിൽ അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ സ്ഥിരമായി ഇങ്ങനെ വെയിറ്റ് ചെക്ക് ചെയ്യുന്നതിന് പകരം വീക്ക്ലി വൺസ് ഒക്കെ ചെക്ക് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ഓപ്ഷൻ. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ എപ്പോഴും കാലറി നോക്കിയിട്ട് മാത്രം ഫുഡ് കഴിക്കാൻ നോക്കുക. ഇപ്പോൾ നമ്മൾ ഒരു ഫുൾ ബിരിയാണി കഴിച്ചിട്ട് നമ്മൾ വിചാരിക്കും ഞാൻ ഇന്ന് ബിരിയാണി മാത്രമേ കഴിച്ചുള്ളൂ. അങ്ങനെയല്ല, നമ്മൾ കഴിക്കുന്ന ബിരിയാണി ആയാലും ചായ ആയാലും എന്ത് നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിലും അതിനെല്ലാം കാലറി നോക്കിയിട്ട് വേണം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ എത്രയാണോ നമ്മുടെ മെയിൻ്റെനൻസ് കാലറി, അതിൽ നിന്ന് ഒരു 500 or 600 കാലറീസ് കുറച്ചിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ നോക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരുപാട് ഫുഡും കുറച്ച് കാലറിയുള്ള ഫുഡ് നോക്കിയിട്ട് നമ്മൾ കഴിക്കാൻ ശ്രമിക്കുക.
ഐ മീൻ ക്വാണ്ടിറ്റി ഒത്തിരി ഉണ്ടാവണം, പക്ഷേ കാലറി കുറച്ചുണ്ടാവണം. നമുക്ക് ഫ്രൂട്ട്സ് ഒക്കെ അതിന് വേണ്ടിയിട്ട് ഓപ്റ്റ് ചെയ്യാം. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഇതിലൊന്നും അധികം കാലറീസ് ഇല്ല. സോ നമുക്ക് അത് ഇൻടേക്ക് ആകുമ്പോൾ വയറ് നല്ല ഫുള്ളാവുകയും ചെയ്യും. നമ്മൾ കുറച്ച് കാലറി കഴിച്ചിട്ടുള്ളൂ. പിന്നെ ഒരു പോയിന്റാണ്, നമ്മൾ ഡെയിലി 4-5 ചായ കുറിച്ച് കുടിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മൾ ചായ എല്ലാം കുടിക്കുന്നുള്ളൂ എന്ന് വിചാരിക്കും, പക്ഷെ അങ്ങനെയല്ല. ഒരു ചായക്കകത്ത് തന്നെ ഇത്ര കാലറി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ കാലറി കൂട്ടുകയാണ്, ഡെയിലി ഇൻടേക്ക് കാലറി അത്രയും കൂടുകയാണ്. അപ്പോൾ നമുക്ക് അതുകൊണ്ട് വെയിറ്റ് ലോസ് നടക്കില്ല. എക്സസൈസിൻ്റെ കാര്യം പറഞ്ഞല്ലോ ഞാൻ. എക്സസൈസ് നമ്മൾ ഫസ്റ്റ് ഡേ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു 1 hour 1.5 hour വർക്കൗട്ടൊക്കെ യൂട്യൂബിൽ നോക്കിയിട്ട് നമ്മൾ ഭയങ്കര കഷ്ടപ്പെട്ട് അത് ചെയ്യാൻ നോക്കും. പിറ്റേ ദിവസം കഷ്ടപ്പെട്ട് ആലോചിക്കുമ്പോൾ നമുക്ക് വീണ്ടും വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി തോന്നില്ല. സോ നമ്മൾ എപ്പോഴും ഒരു 20 minutes 25 minutes ഒരു 30 minutesൻ്റെയൊക്കെ വർക്കൗട്ട് എടുക്കുക. അതും ഭയങ്കര ടഫായിട്ടുള്ള എടുക്കാണ്ട് സാധാ പോലത്തെ ഒരു നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള, ഒരു സ്റ്റാർട്ടർ എന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള വർക്കൗട്ട്സ് സെലക്ട് ചെയ്തിട്ട് അത് ചെയ്യുക. ഞാൻ ഫസ്റ്റ് ഒരു 30 minutesൻ്റെ ഒരു യൂട്യൂബ് വീഡിയോ വർക്കൗട്ടിന് വേണ്ടി എടുത്തിട്ട് അത് ഞാൻ ചെയ്ത് ബ്രേക്ക് ഉൾപ്പെടെ എടുത്ത് ചെയ്ത് വന്നപ്പോഴേക്കും ഒരു 1 hour 1.5 hour ആയി. ബിക്കോസ് ഞാൻ അത്രയും ടൈം എടുത്തിട്ടാണ് ഞാൻ വർക്കൗട്ട് ചെയ്തത്. നമ്മൾ ഫസ്റ്റ് ടൈം നമ്മൾ ഈ 30 minutes അതിൽ കാണിക്കും, നമ്മൾ 30 minutes തന്നെ വർക്കൗട്ട് തീർക്കാൻ ശ്രമിച്ചാൽ നെക്സ്റ്റ് ഡേ നമുക്ക് എന്തായാലും ടഫായിരിക്കും. നമ്മൾ നല്ല സമയമെടുത്ത് റെസ്റ്റ് എടുത്ത് നമുക്ക് പറ്റുന്നത് പോലെ ചെയ്യാം. അപ്പോൾ നമുക്ക് പിറ്റേ ദിവസം അത് ചെയ്യാൻ വേണ്ടിയിട്ടൊരു സംഭവം ഉണ്ടാവും, നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു സംഭവം വരും. ഓക്കെ, എനിക്കിന്ന് ചെയ്യാം അങ്ങനെ. ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ ഭയങ്കര ടഫായിട്ടുള്ളത് ചെയ്താൽ നമുക്കതിനോടൊരു ഭയങ്കര എന്തോ ബുദ്ധിമുട്ടി ചെയ്യുന്നൊരു ഫീൽ വരും. അങ്ങനെ വരാൻ നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യാൻ തോന്നും, നമ്മൾ ഇതേപോലെ സെലക്ട് ചെയ്ത് ചെയ്യുവാണെങ്കിൽ. ഫസ്റ്റ് ഡേ ഞാൻ ചെയ്യുമ്പോൾ ഇതൊരു 30 minutes വർക്കൗട്ട് ചെയ്തു, 1.5 hour ഒക്കെ എടുത്തിട്ട് ഞാൻ കഷ്ടപ്പെട്ട് ചെയ്തു. അതിന് ശേഷം ഒരു 1 week ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ അടുത്ത വർക്കൗട്ട് എടുത്തിട്ട് ചെയ്യാൻ തുടങ്ങി. അതായത് ഒരു 1/2 hour വർക്കൗട്ടും ഒരു 1 hour വർക്കൗട്ടും കൂടെ ചെയ്യാൻ ശ്രമിച്ചു. അതും നല്ല ടൈം എടുത്താണ് ഞാൻ ചെയ്ത് തുടങ്ങിയത്. പിന്നെ നമുക്കത് കുറച്ചും കൂടെ ഈസിയായി വരാൻ തുടങ്ങും. അത് നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്. പിന്നെ ചില ആൾക്കാർ നല്ലപോലെ സോഫ്റ്റ് ഡ്രിങ്ക്സ് കുടിക്കും. അതായത് പെപ്സി, മെറിൻഡ, മൗണ്ടെയിൻ ഡ്യൂ അതൊക്കെ കുടിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനത്തെ ഒരു ശീലം ഇല്ലായിരുന്നു. ഇതെങ്ങനെ അധികം കുടിക്കണം എന്നുള്ള താല്പര്യം ഇല്ലാത്ത ഒരാളാണ് ഞാൻ. ബിക്കോസ് എനിക്ക് ഷുഗർ അങ്ങനത്തെ ചെറുപ്പം തൊട്ടേ അതിനോട് വലിയ ഇൻട്രസ്റ്റ് ഉള്ള ആളല്ല ഞാൻ. അതുകൊണ്ട് എനിക്കത് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു. പക്ഷെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൾ ഇപ്പം സപ്പോസ് ചോറ് കഴിക്കുമ്പോഴായാൽ പോലും അവൾക്ക് അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു കോക്കോ, മൗണ്ടെയിൻ ഡ്യൂ എന്തെങ്കിലും ഒന്ന് വേണം. പക്ഷെ അത് ഭയങ്കര ഒരു ബാഡ് ഹാബിറ്റാണ്. നമ്മൾ സോഫ്റ്റ് ഡ്രിങ്ക്സ് കുടിക്കുന്നത് മാക്സിമം ഒഴിവാക്കുക, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു വെയിറ്റ് ലോസ് ജേർണിയിലാണെങ്കിൽ. അല്ലെങ്കിലും അതത്ര നല്ലതല്ല നമ്മൾ ഇൻടേക്ക് ചെയ്യുന്നത്. ഞാൻ എഗ് ഡയറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. എഗ് ഡയറ്റ് എടുത്ത സമയത്ത് ഞാനെങ്ങനെ ഫുഡ് കഴിച്ചതെന്ന് വെച്ചാൽ രാവിലെ ഒരു 3 മുട്ടയും കഴിക്കും, ഉച്ചയ്ക്ക് ഒരു 3 മുട്ടയും ഒരു ആപ്പിൾ അങ്ങനെ എന്തെങ്കിലും ഒരു ഫ്രൂട്ടും കഴിക്കും, വൈകിട്ട് ഓട്സ് കഴിക്കാം. അങ്ങനെയായിരുന്നു ഞാൻ എഗ് ഡയറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. എഗ് ഡയറ്റ് എടുക്കുമ്പോൾ നമ്മൾ എക്സസൈസ് ചെയ്യാൻ പാടില്ല. പക്ഷേ എൻ്റെ കേസിൽ ഞാൻ എഗ് ഡയറ്റും എടുക്കും, എക്സസൈസും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഭയങ്കര വീക്കാക്കും ബോഡി, നമുക്ക് ഒരു എനർജി ഉണ്ടാവില്ല അങ്ങനെ. അപ്പം ഇങ്ങനത്തെ ഡയറ്റ് നിങ്ങൾ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ മാക്സിമം നിങ്ങൾ അങ്ങനത്തെ ടഫായിട്ടുള്ള എക്സസൈസും കാര്യങ്ങളും ചെയ്യാതിരിക്കുക. നമ്മൾ ഭയങ്കര വീക്കാക്കും, അത് തലകറക്കം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ നിങ്ങളത് ശ്രദ്ധിക്കുക. നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യാൻ നേരത്ത് ഇപ്പം നമുക്ക് ആൾക്കാരിൽ നിന്നും കളിയാക്കുന്നതുകൊണ്ട് വെയിറ്റ് ലോസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് വെച്ചിട്ട് വെയിറ്റ് ലോസ് ചെയ്യാൻ തീരുമാനിച്ച ആൾക്കാരുണ്ട്. അങ്ങനത്തെ ആൾക്കാരുടെ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ നമുക്ക് ഒരു ഗോൾ ഉണ്ടെങ്കിൽ അത് ചെയ്യണം, ഞാനത് ചെയ്ത് അതിനൊരു പ്രോഗ്രസ് ഉണ്ടാക്കുന്ന ഒരു വാശി നമ്മുടെ ഉള്ളിൽ എന്തായാലും വേണം. അല്ലാണ്ട് ഇപ്പോൾ ഒരാൾ പറഞ്ഞു ഞാൻ അതുകൊണ്ട് ഇന്ന് 2 ദിവസം വർക്കൗട്ട് ചെയ്യും, പിന്നെ ഞാൻ ചെയ്യുന്നില്ല, എനിക്ക് മതി, ഇങ്ങനെയൊക്കെ തന്നെ എനിക്ക് ഇരുന്നാൽ മതി, അങ്ങനെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്കതൊന്നും ഒരു പ്രോഗ്രസ്സും ഉണ്ടാകാൻ പോകുന്നില്ല. സോ നമുക്ക് ആ ഒരു ഉള്ളിൽ നിന്ന് ഒരു സംഭവം വേണം, എനിക്ക് വെയിറ്റ് കുറയ്ക്കണം, എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം ലൈഫിന് വേണ്ടിയിട്ടൊന്ന് വിചാരിക്കുന്ന ആൾക്കാർ ആ ഗോൾ അതേപോലെ ചെയ്യാൻ പറ്റണം. ഐ മീൻ ഡെയിലി അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മോട്ടിവേഷൻ നമുക്ക് ഉണ്ടാവണം. പിന്നെ ചില ആൾക്കാരുണ്ട് വെയിറ്റ് ലോസ് ചെയ്യാൻ തീരുമാനിച്ചിട്ട് നല്ലപോലെ എക്സസൈസും ചെയ്യും, നല്ലപോലെ ഫുഡും കഴിക്കും. അതുകൊണ്ട് കാര്യമില്ല. ബിക്കോസ് നമ്മൾ കാലറി നോക്കാണ്ട് കണ്ടത് മൊത്തം വാരി വലിച്ച് കഴിച്ചിട്ട് നമ്മൾ എക്സസൈസ് ചെയ്തുകൊണ്ട് കാര്യമില്ല. അതിൽ കുറച്ച് നമ്മൾ കഴിച്ചതിൻ്റെ പകുതി പോലും ചിലപ്പോൾ നമ്മൾ ബേൺ ചെയ്ത് കളയണമെന്നില്ല. അപ്പം നമുക്കത് വെയിറ്റ് ലോസ് നടക്കില്ല. പ്രത്യേകിച്ച് എക്സസൈസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നല്ല വിശപ്പുണ്ടാവും. അപ്പോൾ കണ്ടതെല്ലാം വാരി വലിച്ച് കഴിച്ചിട്ട് നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അത് നടക്കില്ല. സോ നിങ്ങൾ കാലറിയും
ഐ മീൻ ഫുഡ് നല്ലോണം നിങ്ങൾ കൺട്രോൾ ചെയ്യുക. അത് എക്സസൈസ് എന്ന് പറഞ്ഞാൽ അത് കുറച്ച് എഫക്റ്റ് ചെയ്തുള്ളൂ, ബാക്കി മൊത്തം ഡയറ്റിലും നമ്മുടെ ഫുഡിലുമാണ് ഉള്ളത്. സോ നിങ്ങളത് നന്നായി ശ്രദ്ധിക്കുക. സോ ഇത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കിങ്ങനെ ഭയങ്കര വലിയ വെയിറ്റ് ലോസ് ജേർണി ഒന്നും ഉണ്ടായിട്ടില്ല, പക്ഷെ ഒരു 4 kg കുറിച്ച് ഞാൻ കുറച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഫോളോ ചെയ്തതും ഞാൻ നോക്കിയിട്ടുള്ളതും എനിക്ക് മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇതൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. എനിക്കറിയാം ഇതിൽ മിക്ക ടിപ്സും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും, പക്ഷെ അത് ചെയ്യാനുള്ളൊരു മോട്ടിവേഷനോ കാര്യങ്ങളോ നമുക്ക് കിട്ടിയെന്ന് വരില്ല. സോ എന്തായാലും ചെയ്ത് നോക്കുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങൾ പറയണം. സോ ഇന്നിത്രേ ഉള്ളൂ. ബൈ.